നമസ്കാരം. ഈ ലോകത്തെ ഏറ്റവും വിനാശകാരിയായിട്ടുള്ള രണ്ട് രാജ്യങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം പറയാം, ഒന്ന് അമേരിക്കയാണ്, മറ്റൊന്ന് ഇസ്രായേലാണ് എന്ന്. ഇസ്രായേൽ അവരുടെ നിലനിൽപ്പിന്റെ വിഷയമായി പറയുമ്പോൾ അവരുടെ നിലനിൽപ്പിന് തടസ്സമല്ലാത്ത മുഴുവൻ ആൾക്കാരെയും ശത്രുക്കളായി കണ്ടുകൊണ്ട് അവരുടെ വിസ്തൃതി വർദ്ധിപ്പിക്കാൻ വേണ്ടി മറ്റുള്ള രാജ്യങ്ങളെ അടിക്കാനായി നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് അമേരിക്കയുടെ കൂട്ടുപിടിക്കുന്നു. അമേരിക്കയാകട്ടെ ബിസിനസ് തന്ത്രമാണ്. ഇപ്പോൾ ട്രംപ് പ്രത്യേകിച്ചും കച്ചവടക്കാരനാണ്. അവർ ലോകത്തെ മുഴുവൻ സമ്പത്തും തങ്ങളിലെ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ തങ്ങൾ തന്നെ നേരിട്ട് എല്ലാ രാജ്യങ്ങളുടെ സമ്പത്ത് കൈകാര്യം ചെയ്യണം എന്ന്, പ്രത്യേകിച്ച് എണ്ണ സമ്പത്ത് അവർ തന്നെ കൈകാര്യം ചെയ്യണം എന്ന ലക്ഷ്യത്തോടെ അവരും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി ഈ രണ്ട് രാജ്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത് മറ്റു രാജ്യങ്ങളെ നിഷ്കരണം കൊന്നുകൊണ്ടിരിക്കുന്നു. നിർഭാഗ്യവശാൽ ഇവിടെ സമ്പത്ത് കൂടുതലും, എണ്ണ സമ്പത്ത് കൂടുതലും മുസ്ലിം രാജ്യങ്ങളിലായതുകൊണ്ട് അവരെ എങ്ങനെ ഒതുക്കാം എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി അമേരിക്കയുടെ കഥയോ? അമേരിക്ക ആദ്യം ഒരു രാജ്യത്തിന് ആവശ്യമായ സമ്പത്ത് സഹായം കൊടുക്കും, അവർക്ക് സൈനിക സഹായം കൊടുക്കും, മറ്റു രാജ്യങ്ങളെ ആക്രമിക്കാൻ പറയും. അവരതൊക്കെ ചെയ്ത ശേഷം, അതായത് അവരുടെ ശേഷിയും ശേമുഷിയും എത്രയുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. അത് മനസ്സിലാക്കി കഴിയുമ്പോൾ ആ രാജ്യത്തെ കടന്നാക്രമിച്ചുകൊണ്ട് കീഴ്പ്പെടുത്തിക്കൊണ്ട് അവരുടെ സാമ്പത്തിക ലക്ഷ്യങ്ങൾ അവിടെ അടിച്ചേൽപ്പിക്കും. ഞാനിത് പറയുന്നത് സൗദി അറേബ്യയുടെ ഒരു പ്രസ്താവന വന്ന വാർത്ത അറിഞ്ഞിട്ടാണ്. അതായത് ട്രംപിനോട് പറഞ്ഞത്രേ, അങ്ങ് തീർത്ത് കളഞ്ഞേക്കണം. അതായത് ഇനി ഇറാൻ എന്ന് പറയുന്ന ഒരു രാജ്യം വേണ്ട, പശ്ചിമേഷ്യ പുതുക്കിപ്പണിയാം. ഇറാൻ എന്ന ഒരു രാജ്യമില്ലാതെ വെച്ചാൽ ഒരുപക്ഷെ സൗദി അറേബ്യക്ക് കുറച്ച് പങ്ക് വേണമായിരിക്കും, ഇറാന്റെ കുറച്ച് ഭാഗം സൗദി അറേബ്യക്ക് വേണമായിരിക്കും. അങ്ങനെയായിരിക്കും ഒരുപക്ഷെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മുഴുവൻ ഒന്ന് ഉടച്ചു വാർക്കണം എന്നാണ്. അതായത് ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തെ അങ്ങ് തീർത്ത് കളഞ്ഞേക്കണം. പറയുന്നത് ആരോടാണ്? ട്രംപിനോടാണ്, അമേരിക്കയോടാണ്. ശരിക്കും സൗദി അറേബ്യക്ക് ട്രംപിനെ അറിയില്ല അല്ലെങ്കിൽ അമേരിക്ക അറിയില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണത്. അതായത് ഒട്ടക്കുളത്തിലെ തവളയായിട്ടാണ് സൗദി അറേബ്യ നിൽക്കുന്നത്. ഇത്രയും കാലമായിട്ടും ഇതൊക്കെ കണ്ടിട്ടും ഈ ലോകത്തല്ല അവർ ജീവിക്കുന്നത്, കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ല എന്ന് മനസ്സിലാക്കി. അത്രയും ചിന്തിക്കുന്നുള്ളൂ. എന്താ നേരത്തെ ഇറാൻ ഇറാഖ് യുദ്ധം നടന്ന സമയത്ത് ആരെയാണ് അമേരിക്ക സഹായിച്ചത്? ഇറാഖിനെയാണ്. ഇറാനെ ആക്രമിക്കാൻ വേണ്ടി ഇറാഖിനെ സഹായിച്ചു. അമേരിക്കയും ഇറാഖും ചേർന്ന് ഇറാനെ അടിച്ചു. 8 വർഷം അടിച്ചു. 8 വർഷം നീണ്ടുന്ന യുദ്ധം. 8 വർഷത്തിന് ശേഷം എങ്ങനെയാണ് ആ യുദ്ധം അവസാനിച്ചത്? എങ്ങനെയാ അത് തുടങ്ങിയത് ഇറാഖ് ഇറാനെ ആക്രമിച്ചുകൊണ്ടാണ്, അല്ലാതെ ഇറാൻ ഇറാഖിനെ ആക്രമിച്ചുകൊണ്ടല്ല. ഇവിടെ ഇസ്രായേൽ ഇറാനിലേക്ക് ബോംബിട്ടതുപോലെ, മിസൈൽ അയച്ചതുപോലെ, അല്ലെങ്കിൽ ഫൈറ്റർ ജെറ്റുകൾ വന്ന് ബോംബിട്ടതുപോലെ അന്ന് ഇറാഖ് ഇറാന്റെ മേൽ കടന്നു കയറി ആക്രമിക്കുകയായിരുന്നു. അന്നും ഇറാൻ ആരെയും ഉപദ്രവിക്കുന്നു പോയിരുന്നില്ല. അതിന് അമേരിക്കയുടെ പിന്തുണ ഉണ്ടായിരുന്നു. ഇന്ന് ഇസ്രായേലിനെ വെച്ച് അമേരിക്ക ഇറാനെ ആക്രമിക്കുന്നത് പോലെ അന്ന് ഇറാഖിനെ വെച്ച് ഇറാനെ ആക്രമിച്ചു. എന്നിട്ട് പിന്നെന്താ സംഭവിച്ചേ? ഇറാഖിനെ അമേരിക്ക സഹായിച്ചപ്പോ, ഇറാഖിന്റെ സൗഹൃദ രാജ്യമായപ്പോ മച്ചാനുമായിരുന്നിട്ട് പിന്നീട് എന്താ സംഭവിച്ചത്? ഇറാഖിൽ രാസായുധമുണ്ട്, വേറെ എന്തൊക്കെയോ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അമേരിക്ക അന്ന് ഇറാഖിൽ എങ്ങനെയാ പെരുമാറിയത്? അന്ന് ഈ സൗഹൃദവും മച്ചാനൊക്കെ എങ്ങോട്ട് പോയി? ഇത് സൗദി അറേബ്യ കണ്ടുപിടിക്കണ്ടേ? ഇറാൻ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഇറാഖിനെ അമേരിക്ക സഹായിക്കുന്നതും അവസാനം ഇറാഖിൽ കടന്നു കയറി അവരെ തന്നെ ഇല്ലാതാക്കുന്നതും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. എന്നാൽ ഇതിനൊക്കെ സാക്ഷിയായിരുന്ന സൗദി അറേബ്യക്ക് പക്ഷെ ഇത് മനസ്സിലായിട്ടില്ല. സൗദി അറേബ്യ ഇപ്പോഴും അമേരിക്ക തങ്ങളെ സംരക്ഷിക്കുമെന്ന് കരുതിയിരിക്കുകയാണ്. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക എന്ന് പറയുന്നത് ഒരു നോട്ടം മാത്രമാണ്. ഇനി അടിക്കാൻ പോകുന്നത് സൗദി അറേബ്യ ആയിരിക്കും, പറയാൻ പറ്റൂല. ഇപ്പൊ ഇറാനെ തീർത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇറാനെ തീർക്കാൻ വേണ്ടി അറബ് രാജ്യങ്ങൾ കൂട്ടു നിന്ന് കഴിഞ്ഞാൽ അടുത്ത ലക്ഷ്യം മറ്റൊരു അറബ് രാജ്യമായിരിക്കും. അന്ന് ഇറാൻ ഇന്ന് അടിച്ചതിന്റെ പൊരുൾ അന്നേ അവർക്ക് മനസ്സിലാവുള്ളൂ. എന്തുകൊണ്ടാണ് ഇറാൻ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നത്, തങ്ങളുടെ രാജ്യത്തേക്ക് എന്തുകൊണ്ട് അടിച്ചിരിക്കുന്നത് ഇപ്പൊ മനസ്സിലായിട്ടില്ല. ഇറാൻ സൗദി അറേബ്യയിലേക്കും ദുബായിലേക്കും ഖത്തറിലേക്കും ഒക്കെ അടിച്ചുകൊണ്ടിരിക്കുന്നത് അമേരിക്കയോടുള്ള ദേഷ്യം തന്നെയാണ്. കാരണം അമേരിക്കയാണ് ഇവർ സപ്പോർട്ട് ചെയ്യുന്നത്. പണ്ട് ഇറാഖ് സപ്പോർട്ട് ചെയ്തതുപോലെ അമേരിക്കയെ ഇവർ സപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്കയ്ക്ക് സൈന്യത്താവളങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഇറാനെ ഇറാനെ നശിപ്പിക്കുന്നതിൽ ഇവർ കൂട്ടുനിൽക്കുന്നത് കൊണ്ട് അമേരിക്കയുടെ സഖ്യരാഷ്ട്രങ്ങൾക്ക് കൂടി പണി കൊടുക്കുന്നു. അവരത് തിരിയട്ടെ, അവർക്കത് മനസ്സിലാകട്ടെ എന്ന് കരുതിയിട്ടാ. കാരണം അമേരിക്ക അവരുടെ രക്ഷയ്ക്ക് പോണില്ല, ഈ പറയുന്ന രാജ്യങ്ങളുടെ രക്ഷയ്ക്ക് പോണില്ല. അമേരിക്കയ്ക്ക് എന്താണ്? ഈ പറയുന്ന മുഴുവൻ രാജ്യങ്ങളും നശിച്ചു പോകണം, എന്നിട്ട് അവിടുത്തെ എണ്ണ സമ്പത്ത് കൈക്കലാക്കണം. വെനിസലയുടെ വിഷയം എന്തായിരുന്നു? അത്രത്തോളം എണ്ണ സമ്പത്തുള്ള ഒരു രാജ്യം, എണ്ണ ഇപ്പൊ അമേരിക്കയുടെ കയ്യിലായില്ലേ. ഇപ്പൊ പറയുന്നുണ്ടല്ലോ, ഒരവസ്ഥയും ഇല്ല എന്നുണ്ടെങ്കിലും പറയുന്നുണ്ട് ഇറാനിലെ എണ്ണ ഞാനും ഖംനയും ചേർന്നിട്ട് കച്ചവടം ചെയ്യുമെന്ന്. അതായത് ഇറാന്റെ എണ്ണ ഞങ്ങൾ അവിടുത്തെ ഭരണകൂടത്തെ ഞങ്ങൾ ഒരു പാവ സർക്കാരിനെ അവിടെ വെച്ചിട്ട് ഞങ്ങൾ കച്ചവടം ചെയ്യുന്നു. അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇറാൻ കഴിഞ്ഞാൽ അടുത്തത് സൗദി അറേബ്യയിലേക്ക് പോകുന്നുള്ളൂ എന്നാണോ സൗദി രാജകുമാരൻ പറയുന്നത്? അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്കങ്ങനെ തോന്നുന്നത്. ഇന്ന് അമേരിക്ക എന്ന് പറയുന്ന
ആ തീവ്രവാദി തെമ്മാടി രാജ്യത്തിന് ഓശാന പാടി കൊടുക്കുന്ന മുഴുവൻ മുസ്ലിം രാജ്യങ്ങളുടെ ഗതി എന്ന് പറഞ്ഞാൽ കേറി അടിച്ച് നിരത്തും ആ സമയത്ത് ഇരുന്ന് മോങ്ങാമെന്ന് തന്നെ, വേറെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. ഇറാഖിന് സംഭവിച്ചത് തന്നെയാണ് ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് വരാൻ പോകുന്നത്. എന്നാൽ ഇറാൻ എന്നതൊരു ആൺകുട്ടി ആയതുകൊണ്ട് ഞങ്ങൾ അവസാനത്തെ ആളും ഞങ്ങളെ കൊന്നു കളഞ്ഞ ശേഷം മാത്രം ഞങ്ങൾ ചാകാൻ വേണ്ടി നിൽക്കുന്നവരാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾ വേണ്ടില്ല, ഞങ്ങൾ അവസാനത്തെ ആൾ ജീവിച്ചിരുന്നു കഴിഞ്ഞാൽ അവര് നിങ്ങളെ അടിച്ചുകൊണ്ടിരിക്കും. ഇത് ഇറാൻ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കാര്യം ഇറാഖിൽ കയറി അടിച്ച അന്ന് തന്നെ ഇറാന് തീരുമാനമായിരുന്നു ഇത് ഭാവിയിൽ നമ്മളായിരിക്കും അതിന്റെ ലക്ഷ്യം എന്നുള്ള കാര്യം. ഇറാഖിനെ കൊണ്ട് ഇറാനെ അടുപ്പിച്ചല്ലേ, അപ്പോൾ അടുത്ത ലക്ഷ്യം ഇറാൻ ആയിരിക്കും എന്ന് അന്നേ അറിയാം. അതായത് ഇസ്രായേലിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇറാനിലേക്ക് അടിക്കുമ്പോൾ ഇവിടെ നശിച്ചു പോകുന്നത് ഇസ്രായേലാണ്. അതുകൂടെ ചിന്തിക്കണം. അമേരിക്കയ്ക്ക് എന്താ നഷ്ടം? 4 പട്ടാളക്കാര് ഉണ്ട്, അല്ലെങ്കിൽ സൗദി അറേബ്യയിലെയും ഖത്തറിലെയും അവിടെയുള്ള കുറച്ച് ആൾക്കാർ, അവിടെയുള്ള എണ്ണകൾ, റിഫൈനറികൾ, ഇതൊക്കെയാണ് നശിച്ചു പോകുന്നത് ഇറാന്റെ അടിയിൽ. അവിടെ അമേരിക്കയ്ക്ക് നഷ്ടമൊന്നുമില്ല. അമേരിക്കയുടെ കപ്പലുകളിലേക്ക് ഒരു കപ്പലിനെ തീപിടിപ്പിച്ചു, ഒരു കപ്പലിന് ലേശം പരിക്കൊന്നപ്പോൾ 2 കപ്പലുകളും അവിടെ നിന്ന് നാടുവിട്ടു. അത് സുരക്ഷിതമായ മറ്റു സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ടു. ഇറാന് അങ്ങനെ മന്ദബുദ്ധിയൊന്നുമില്ല, കാര്യഗൗരവമുള്ള കാര്യങ്ങൾ അറിയാവുന്ന ഒരു രാജ്യമാണ് എന്ന് പറയുന്നതിന് വ്യക്തമായ കാരണമുണ്ട്. ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് തുടങ്ങിയ സമയത്ത് ഇറാനെ അടുപ്പിക്കാൻ ഇറാഖിന് നിർദ്ദേശം കൊടുത്ത് രഹസ്യമായി കൊടുത്തിട്ട് പിന്നെ നിഷ്പക്ഷനായിട്ട് മധ്യസ്ഥ ചമഞ്ഞു നിന്ന ഒരു രാജ്യമാണ് അമേരിക്ക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇറാഖിനെ സഹായിക്കാനായിട്ട് പരസ്യമായി ഇറാഖിനെ സഹായിക്കാൻ ചെന്നു. പരസ്യമായി ഇറാഖിനെ സഹായിക്കാൻ ചെന്ന സമയത്ത് തന്നെ വളരെ രഹസ്യമായി ഇറാന് ആയുധങ്ങൾ വിറ്റ രാജ്യം കൂടിയാണ്. അങ്ങനെ ഇറാന് ആയുധങ്ങൾ വിറ്റിട്ട് ആ പണം ഉപയോഗിച്ചിട്ട് നിക്കാരാഗ്വയിലെ വിമതർക്ക് സഹായിച്ചത് വലിയ വിവാദമായത് നമുക്കറിയാം. ആ കാലത്ത് അതായത് 2 ഭാഗത്തും കൂട്ടിക്കൊടുത്തിട്ട് നടുക്ക് തീ കൊളുത്തുന്ന ഒരു രീതി. ഇറാഖിനെ പരസ്യമായി പിന്തുണയ്ക്കുകയും രഹസ്യമായി ഇറാൻ ആയുധങ്ങൾ കൊടുക്കുകയും അതിനുശേഷം 2 എണ്ണത്തിനെ തട്ടാനുള്ള തീരുമാനമെടുക്കുകയും ആദ്യം ഇറാഖിനെ അങ്ങോട്ട് സെറ്റ് ചെയ്തു. അതുകൊണ്ടാണ് ഇറാൻ പ്ലാൻ മാറ്റിയത്. അന്ന് ഈ കളി കളിച്ചത് ഇറാൻ അറിയാം. അതുകൊണ്ട് അമേരിക്കയെ കുടിച്ച വെള്ളത്തിലും വിശ്വസിക്കാൻ പാടില്ല എന്ന് അവർക്കറിയാം. അതുകൊണ്ടാണ് അമേരിക്കയുടെ ആയുധങ്ങൾ അല്ലെങ്കിൽ അതുമായിട്ട് അവരുടെ സാങ്കേതിക വിദ്യകൾ അതൊന്നും അവർ ഉപയോഗിക്കാതെ ആയത്. അവർ ആയുധങ്ങൾ ഇങ്ങോട്ട് കൂട്ടിയത് ഇന്നല്ലെങ്കിൽ നാളെ അമേരിക്ക തങ്ങളെ ആക്രമിക്കാൻ വരുമെന്ന് അറിയാവുന്നത് കൊണ്ട്. ഇതേ അവസ്ഥയാണ് നാളെ സൗദിക്കും വരാൻ പോകുന്നത്. ഇതേ അവസ്ഥ. കാരണം ഇപ്പൊ പറയുന്നത് കേറിങ് അടിച്ചേക്ക്, ഇറാനെ അങ്ങ് തീർത്തേക്ക്, എന്നിട്ട് മിഡിൽ ഈസ്റ്റിനെ നമുക്കൊരു പുതിയ ഭൂപടം വരയ്ക്കാമോ? ഇറാഖിന്റെ അതേ അവസ്ഥ ഇറാനിൽ കൊണ്ടുവന്നിട്ട് അവസാനം ഇറാനെ അമേരിക്കയുടെ വരുതിക്ക് കൊണ്ടുവന്ന ശേഷം അടുത്ത അടി കിട്ടാൻ പോകുന്നത് സൗദി അറേബ്യക്കാണെന്ന് ചിന്തിക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി പോലും ഇല്ലാത്ത ആൾക്കാരാണല്ലോ എന്നാണ് ചിന്തിക്കുന്നത്. അവിടെയാണ് ഒരു ഭരണാധികാരി അതാണ് ചിന്തിക്കേണ്ടത്. അമേരിക്കയുടെ ചരിത്രം എന്താണ്, മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഓരോ രാജ്യത്തിന്റെ മേൽ അമേരിക്ക ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് അമേരിക്കയ്ക്ക് ഇതുകൊണ്ട് ലാഭം, എന്താണ് നഷ്ടം, അമേരിക്കയുടെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് ചിന്തിക്കണ്ടേ. ഇറാന് ആ ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഒരു തരത്തിലും ഒരു കോംപ്രമൈസും ഇല്ല. ഇറാന്റെ പരമാധികാരം, ആ പരമാധികാരത്തോടെ ഇറാന് ജീവിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ ഒരുത്തന്റെയും അടിമയായിട്ട് ജീവിക്കാൻ പറ്റില്ല എന്നവർ തീരുമാനമെടുക്കുന്നത്. ആ തീരുമാനം ഇനി നാളെ തീർത്ത് കളയാമെന്ന് സൗദി അറേബ്യ പറഞ്ഞാലും ഒരുപക്ഷെ മിഡിൽ ഈസ്റ്റിലെ മുഴുവൻ രാജ്യങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞാലും അമേരിക്കയും ഇസ്രായേലും ലോകരാജ്യങ്ങൾ മുഴുവൻ വന്നു കഴിഞ്ഞാലും ഇറാൻ വകവയ്ക്കില്ല എന്നതാണ് വസ്തുത. കാരണം അവർ ജയിക്കുമെന്നല്ല ഞാൻ പറയുന്നത്, ഒരുപക്ഷെ തകർന്ന് തരിപ്പണമാകുമായിരിക്കും. പക്ഷെ ഇറാനിൽ പിന്നെ ഒരാൾ പോലും ബാക്കി ഉണ്ടാവില്ല. അതായത് അവിടുത്തെ ഒരു ജീവനെങ്കിലും ബാക്കിയുള്ളിടത്തോളം കാലം ഇറാനെ കീഴ്പ്പെടുത്താൻ ആർക്കും കഴിയില്ല എന്ന് പറയുന്നത് ഈ ചരിത്ര സത്യങ്ങളും ഈ നാൾവഴികളും അമേരിക്കയുടെ ഈ കുതന്ത്രവും ഗൂഢതന്ത്രവും എല്ലാം അവർക്ക് വ്യക്തമായി അറിയാം എന്നത് തന്നെയാണ്. Different angles. Don't forget to subscribe and support this channel.